ദർ ഇസ് എ ലോങ് ടേം പ്ലാനിങ് ടു ഡു സംതിങ് എഗൻസ്റ്റ് ഇന്ത്യ. ജാതി ചോദിച്ചിരിക്കുന്നു, പുരുഷന്മാരെല്ലാം പാൻറ് ഊരി നോക്കിയിരിക്കുന്നു. ഇതൊക്കെ ഇതെന്ത് പ്രവണതയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് അതിനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അലയൊലികൾ വെറും കാശ്മീരിലല്ല, ഫുൾ ഇന്ത്യയിൽ അടിക്കത്തക്ക രീതിയിലാണ് ആ ബോംബ് അവിടെ കുഴിച്ചിട്ടത്. ഈ ജാതി ചോദിക്കുന്നൊരു സംഭവം. ഇത് സാധാരണക്കാരായിട്ട് വലിയ നോളജ് ഇല്ലാത്ത ആളുകൾ നോർമലായിട്ടുള്ള ഇങ്ങനെ ന്യൂസ് കേൾക്കുകയാണ്. അവിടെ ടെററിസ്റ്റുകൾ വന്നിട്ട് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ഇവിടെ വെച്ച് ഒന്നു പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ്റെ മനസ്സിലെന്താണ് ചോദിക്കുന്നത്? അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ, അധികം ടി വിയും കാര്യങ്ങളൊന്നുമില്ല, ഈ കാണുന്നൊരു ന്യൂസ് മാത്രം കൊന്നു. അവൻ്റെ മനസ്സിനകത്ത് എന്താ കയറുന്നത്? മുസ്ലിംസ് തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടാവും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അവർ പരാജയപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ലൗഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ദിവസം മുന്നേ ഇവരവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുസ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടത്, ഹിന്ദു നാംദാരിയോക്കോ ഖതം കർണാ ഹൈ എന്ന്. എങ്ങനെയാണ് ഈ ഒരു സംഭവം അജണ്ടയിൽ വരുന്നത്, ഒരു ടെററിസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നത്? 140 കോടി ഉണ്ടെങ്കിൽ 120 കോടിയുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കളല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു സംസാരത്തിൻ്റെ അർത്ഥം? കൺഫ്യൂസ്, ക്രിയേറ്റ് പ്രോബ്ലംസ്, മനുഷ്യൻ്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറയ്ക്കുക, എന്നിട്ട് അവർ തമ്മിൽ അടിക്കട്ടെ. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡറിൽ വലിയ അടിക്കേണ്ട ആവശ്യം വരില്ല.